നമ്മുടെ ഈ കാണുന്നത് മാത്രമൊന്നുമല്ല ഭംഗി. ഒരു ഡയലോഗിന് പറയുന്നതല്ല, ഇവിടെ ഭയങ്കര ഭംഗി ഉണ്ടായിട്ട് എനിക്ക് നിന്നെ രാവിലെ ഒരു 2 നേരവും 3 നേരം 4 നേരം കെട്ടിപ്പിടിച്ചില്ല, ദിവസം 4 നേരം വെച്ച് 3 പ്രാവശ്യം കെട്ടിപ്പിടിച്ചില്ല, എനിക്ക് ഉറക്കം വരില്ലടാ ഗബ്രി. നിനക്കത് അറിയാവോ? എല്ലാവർക്കും നമസ്കാരം. എന്തുവാടേ ഈ എപ്പിസോഡിലൊക്കെ എന്തുവായി നടക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? കേരളത്തിന്റെ എന്തു പറ്റി ഗായ്സ്? അപ്പൊ ഇന്നലത്തെ എപ്പിസോഡാണ്. സിബിൻ വളരെ മെന്റലി ഡൗൺ ആയിട്ടുള്ള ഒരു സീനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അവസാനം കണ്ണ് കെട്ടിക്കൊണ്ടു പോകുന്നു. ഒന്നുകിൽ സീക്രട്ട് റൂമിലായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തായാലും സിബിൻ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇന്നലെ നല്ല എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്, ലൈവില് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് സംഭവം. എങ്കിലും ഒന്നുകൂടി ഞാൻ റിവൈൻഡ് ചെയ്യാം. അതായത് സിബിൻ, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ലാലേട്ടൻ തലേ ദിവസം പൊരിച്ചത് കൊണ്ട് നന്നായിട്ട് വറുത്തല്ലോ, അതിന്റെ പേരിൽ ആ ഒരു സങ്കടവും അത് പുറത്ത് ജനങ്ങൾ ചിലപ്പോൾ എന്നെ ആ രീതിയിൽ തെറ്റിദ്ധരിച്ച് കാണുമെന്നൊക്കെ ഉള്ള എല്ലാം കൂടി മൈൻഡിൽ കിടന്ന് ഓടുകയും, പിന്നെ ഈ പറയുന്ന പോലെ ഒരു ജാസ്മിന് മാത്രം ഒരു ഫേവറിസം കാണിക്കുകയും എല്ലാമൊക്കെ കണ്ടപ്പോൾ സിബിന് മൊത്തത്തിൽ കിളിവൊക്കെയാണ്. ഒരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല, നന്നായിട്ട് വിഷമം വന്നതാണ്. അങ്ങനെ ആ ഒരു ഇതിൽ മൈൻഡ് സെറ്റിൽ സിബിൻ വളരെ മെന്റലി ഡൗൺ ആവുകയും അതേ തുടർന്ന് സംഭവം ആള് പുറത്തു പോകണം, അല്ലെങ്കിൽ ഗ്ലാസ് ഇടിച്ചു പൊളിച്ചു പോകും, അതിൽ അടിപ്പോകും എന്നൊക്കെ പറഞ്ഞ് ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒന്നിലും ഇടപെടാതെ കയറിയിരിക്കുന്നുണ്ട്. എങ്കിലും ഇടയ്ക്ക് ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിബിൻ അവിടെ പോകുന്ന അർജുനെ ആരെ പറയുന്നുണ്ട്. ഓക്കെ ഫൈൻ, അങ്ങനെ കാര്യങ്ങൾ പോയി. എന്നിട്ട് അതിനുശേഷം 2-3 പ്രാവശ്യം മറ്റേ കൺഫർഷൻ റൂമിലൊക്കെ വിളിച്ച് അവിടെ ഇടയ്ക്ക് സംസാരം കാര്യങ്ങളൊക്കെ ആയി. വീണ്ടും സിബിൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം പ്രൊമോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ണ് കെട്ടിക്കൊണ്ടു പോകുന്നത്. തിരിച്ചു വരുമായിരിക്കും, ഈ പറയുന്ന പോലെ സീക്രട്ട് റൂമിലോ എവിടെയെങ്കിലും ഒക്കെ കാണുമായിരിക്കും. അല്ലാതെ ഇനി മറ്റേ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കയറ്റുമായിരിക്കും. അല്ലാതെ ബിഗ് ബോസ് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പറഞ്ഞു വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്തേക്ക് എന്നുള്ളൊരു രീതി നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ വീണ്ടും പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിലോട്ട് വരാം. എല്ലാവരും അവരവരൊക്കെ നോമിനേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോന്നും പോയി. വേറെ എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നും ഇന്നലത്തെ എപ്പിസോഡിൽ ഇല്ല. പക്ഷെ ഒരു കാര്യം ഉണ്ടടേ, എനിക്ക് ഒരു കാര്യം അവിടെ പറഞ്ഞാൽ പറ്റൂടേ. എന്തുവാടേ ഈ കാണിക്കുന്നത്? സത്യം പറഞ്ഞ് ഞാൻ സീരിയസ്ലി പറയല്ല, ഈ ഗബ്രി ജാസ്മിൻ കോമ്പെ പറഞ്ഞ് മടുത്ത് ജനങ്ങൾക്ക് തന്നെ ഇപ്പൊ പ്രാന്തളവിരിക്കുകയാണ്. എത്ര ആൾക്കാരെന്ന് പറയുമ്പോൾ ഇവളുമാർക്കും ഇവന്മാർക്കും ഒക്കെ എതിരെ പ്രതികരിക്കുന്നത്. ഇനി ഞാൻ വേറെ ഒരു അമ്മ കുറെ ഇതുപോലെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞ പ്രാന്തായി. എത്ര പറഞ്ഞാലും നന്നാവല്ലോ. നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ പാടില്ലാത്ത മെസ്സേജാണ് ഒരു ഷോ വഴി ഇവള് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. ലാലേട്ടൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ വീട്ടുകാരുൾപ്പെടെ, എന്തിന് ബിഗ് ബോസ് ഉൾപ്പെടെ പല രീതിയിൽ പല സീക്രട്ട് ഏജന്റ് വന്നിട്ട്, സായി കൃഷ്ണ വന്നിട്ട് ഉൾപ്പെടെ പുറത്തുള്ള കാര്യങ്ങൾ അടക്കം പറഞ്ഞു കൊടുത്തിട്ട് പോലും എന്നെ തല്ലേണ്ട മാവാൻ ഞാൻ നന്നാവത്തില്ലെന്ന് പറഞ്ഞ് ഒറ്റ സ്റ്റാൻഡിൽ പിടിച്ച് നിൽക്കുന്ന ഇവളെയും ഇവനെയും എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഗബ്രി കുറച്ച് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഗബ്രി അവോയ്ഡ് ചെയ്തപ്പോൾ അവള് പറയുവാണ്, എനിക്ക് ഗബ്രി നീ എന്നെ കെട്ടിപ്പിടിക്കാതെ വേറുള്ളവരെ കെട്ടിപ്പിടിച്ചപ്പോ എനിക്ക് കെട്ടിപ്പിടിച്ചോ കൂടി കെട്ടിപ്പിടിക്കാതെ പോയെന്ന്. ഞാൻ അത് കേൾപ്പിച്ചു തരാം, കേട്ടോ നോക്ക്. പണ്ട് നീ എന്നോട് എങ്ങനെയായിരുന്നു, ഇപ്പൊ നീ എടുത്ത നാലൊരു അംശമില്ല, പക്ഷെ ബാക്കിയുള്ളവർക്ക് പറ്റുന്നത് എനിക്കിവിടെ വേറെ ആർക്കും പറ്റുന്നില്ല. എന്തുവാടേ കെട്ടിപ്പിടിക്കാത്തതിന് കരയണ? ഇതൊക്കെ എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? പണ്ട് ഞാൻ നിന്നെ വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ നീ എന്നെ കെട്ടിപ്പിടിക്കും. ഇപ്പൊ നീ ഞാൻ വന്ന് നിന്നെ കെട്ടിപ്പിടിച്ച നീ എന്നെ അതിൽ 4-1 അംശം പോലും കെട്ടിപ്പിടിക്കില്ല. ഇത് എന്താണ് മറ്റേ റേഷ്യോ കണക്കിലൊക്കെ വെച്ചിരിക്കുന്നത് കെട്ടിപ്പിടിക്കുന്നത്? ഇതെന്തുവാടേ? ഇതെന്തായി കാണിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന സാധനം ഞാൻ ലൈവിൽ ഈ സാധനം കണ്ടില്ല. എനിക്ക് അപ്പൊ തന്നെ എടുത്ത് വെച്ച് ഞാൻ പൊരിച്ചേനെ. ഇതെന്തുവായി കാണിക്കുന്നത്? എന്തിന്റെ കേടാ? എനിക്ക് ഇതുവരെ അത് മനസ്സിലാവുന്നില്ല. സീരിയസ്ലി ഞാൻ പറയാം. ഇവൾക്കെതിരെ മറ്റേ കറുത്ത മത്സ്യ കന്യകൻ എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ കളിയാക്കിയതിന്റെ പേരിൽ കേസ് ആയിട്ടുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞാണ്. അതിനല്ല കേസ് കൊടുക്കേണ്ടത്. സത്യം പറഞ്ഞ ഈ കാണിക്കണമെന്നാണ് കേസ് കൊടുക്കേണ്ടത്. ഈ കൊച്ചു പിള്ളേരടക്കം, അല്ലെങ്കിൽ വീട്ടുകാർക്ക് കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിലായിപ്പോലോ ഈ ജാസ്മിൻ ഗബ്രി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സീരിയസ്ലി നിങ്ങൾ ആ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഷോയ്ക്കകത്ത് ഈ ജാസ്മിനെയും ഗബ്രിയെ ഒഴിച്ച് നിർത്തിയിട്ട് നിങ്ങൾ ആ ഷോയെ ഒന്ന് കണക്ട് ചെയ്തൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നൈസ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകളും വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ആ ഒരു രീതിയിൽ അങ്ങ് പോകും. ഈ 2 സാധനവുമാണ്
അവിടെ കിടന്ന് ഈ ഷോയെ ഒന്നട്ടങ്ങ് നശിപ്പിക്കുന്നത് അല്ലെ? എക്സാക്ട്ലി അടി ഉറപ്പിച്ച് ഞാൻ പറയാം, ഈ രണ്ടെണ്ണമാണ് ആ ഷോ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത്. ആ ഷോയുടെ TRP ഇത് രണ്ട് തന്നെയാണ്. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്കും വീട്ടുകാർക്കും അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഇരുന്ന് കാണാൻ പറ്റാത്ത ഒരു രീതിയിലാക്കുന്നത് ഈ രണ്ട് സാധനം കൂടിയാണ്, 18+ കണ്ടന്റ് ആക്കുന്നത്. വളരെ മോശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എക്സ്ട്രീം ലെവലിൽ മോശമാണ്. ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കാതിരിക്കുക. ഇതൊരു റിയാലിറ്റി ഷോയാണ്, അതിന്റെ ബോധമെങ്കിലും കാണിക്കണം. അല്ലാണ്ട് ഈ വന്നിരുന്നിട്ട് പല കോപ്പ് പരിപാടികളും കാണിച്ചുകൊണ്ടിരുന്നാൽ അത് വളരെ മോശമാണ്. ഇതിപ്പോ ഇവളുടെ ഭാവിയെ കുറിച്ച് ഓർക്കുന്നില്ല, അല്ലെങ്കിൽ അവന്റെ ഭാവിയെ കുറിച്ച് ഓർക്കുന്നില്ല. ആർക്കും അവരുടെ ഒന്നുമില്ല. ഈ 10-100 ദിവസം ഇതിന്റെ അകത്ത് കിടന്നിട്ട് കാണിച്ചു കൂട്ടുന്നത് ആണ് ജീവിതം എന്നാണ് വിചാരം. ഇതൊക്കെ കണ്ട് പുറത്ത് BGM ഇട്ട് ജനങ്ങൾ ആഘോഷിക്കുമെന്ന് ഇവരൊക്കെ ചിന്തിക്കുന്ന ചിന്തയാണ് തെറ്റ്. നമ്മളൊന്നും മറ്റേ ഫോറിൻ രീതിയിലൊന്നുമില്ല. നമ്മളെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ രീതികളുണ്ട്. നമ്മൾ മലയാളികൾക്ക് നമുക്ക് അമ്മ, അച്ഛൻ, കുടുംബം, ഭാര്യ, സഹോദരി, ഇതൊക്കെ നമുക്കൊരു ഒരു ബന്ധമുണ്ട്. ഒരു ബന്ധത്തിനൊരു അതിൻ്റെതായ ഒരു ഇതുണ്ട്, നിലവാരമുണ്ട്. അത് കളഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ഒരു ഷോയിലായാലും ഒരു പബ്ലിക് പ്ലേസിലായാലും പെരുമാറാൻ പാടില്ല. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്ത് കോക്കനട്ടോ എന്തോ കാണിക്കും, നാട്ടുകാരും കാണുന്നില്ല, നിങ്ങൾ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ അത് നമ്മൾ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത് വെച്ച് കുറ്റം പറയും, അത് ഓഫ് കോഴ്സ്. അല്ലാണ്ട് നമ്മൾ ആരും അറിയാത്ത കാര്യങ്ങൾ നമ്മൾ കുത്തിപ്പൊക്കി കുറ്റം പറയാറില്ല. ഓക്കെ, പക്ഷേ ഇതൊരു റിയാലിറ്റി ഷോ ആണ്. ഇവിടെ ഇതിന് കാണിക്കേണ്ട ഒരു മാന്യതയുണ്ട്. അത് ലെവലേശം എവിടെ കൂടിയെങ്കിലും ഒക്കെ കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ വളരെ മോശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവല് മോശമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഞാൻ വേറൊരു ക്ലിപ്പ് കൊടുക്കാം, അതും കൂടി നിങ്ങളൊന്ന് കേട്ടു. നമ്മുടെ ഈ കാണുന്നത് മാത്രമൊന്നുമല്ല ഭംഗി. ഒരു ഡയലോഗിന് പറയുന്നതല്ല, ഇവിടെ ഭയങ്കര ഭംഗി ഉണ്ടായിട്ട് ഇവിടെ മൊത്തം വിഷം കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മോന്തയിലുള്ള ഭംഗിയും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ഉള്ളു ശുദ്ധിയായിരിക്കണം. ഇല്ലെങ്കിൽ അത്രയ്ക്ക് ഇത്ര തന്നെയാണ്. നീ അത് തന്നെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. നിനക്ക് വിഷങ്ങളും വച്ചിട്ട് അവിടെ ഓരോരുത്തരായിട്ട് നീ പെരുമാറുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ അത് വേറെ ലെവല്. പിന്നെ ഈ മോന്തയുടെ ഭംഗി മാത്രം നീ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ജിൻഡോയെ മത്സ്യകന്യകൻ, കറുത്ത മത്സ്യകന്യകൻ എന്ന് പറഞ്ഞ് നീ കളിയാക്കി, നിറത്തിന്റെ പേരിൽ കളിയാക്കി. അത് വളരെ മോശമാണ്. ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അതിന് നീ ജിൻഡോരെടുത്ത് സോറി പറയേണ്ടതാണ്. ലാലേട്ടൻ ഉൾപ്പെടെ വന്ന് ചോദിക്കേണ്ട സാധനമാണ്. എവിടെ അത് ആ സ്പോട്ടിൽ ബിഗ് ബോസ് വിളിച്ച് ചോദിക്കേണ്ട കാര്യമായിരുന്നു. അത് പറഞ്ഞ സ്റ്റെപ്പിൽ കറുത്ത മത്സ്യകന്യകൻ, അതൊക്കെ ഭയങ്കര റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ജിൻഡോ അത് ശ്രദ്ധിച്ചില്ല, കാര്യമാക്കിയില്ല. അതുപോലെയാണ് കഴിഞ്ഞ സീസണിൽ മാരാറ് വന്നിട്ട് മറ്റേ ഈ ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടായല്ലോ, മറ്റേ മധു എന്ന് പറയുന്ന ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു സർക്കാസ്റ്റിക് ആയിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു. അതും മോശമായിരുന്നു. അന്ന് അത് ചർച്ച ചെയ്യപ്പെട്ടൊരു കേസായിരുന്നു. അതുപോലെ തന്നെ ഇതും കറുത്ത മത്സ്യകന്യകൻ. നിനക്ക് നീ എന്തോ വലിയ സംഭവമാണ് ഊവാണെന്നൊക്കെയുള്ള ചിന്ത നിനക്കുണ്ട്. നീ അത് ഫസ്റ്റ് മാറ്റി വെക്ക്. എന്നിട്ട് മാന്യമായ ഗെയിം കളിക്കാൻ നോക്ക്. മാന്യമായ ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഫൈനല് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ എത്തേണ്ടതാണ്. പക്ഷെ നിനക്ക് ഇനി നീ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ അവസാനം വരെ നീ അവിടെ നിൽക്കുകയും കപ്പടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ജനങ്ങൾ വോട്ട് തന്നായിരിക്കത്തില്ല നീ കപ്പ് അടിക്കുന്നത്. അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ കപ്പ് നിനക്ക് തരാൻ വേണ്ടി ഉറപ്പിച്ച് വച്ചിരിക്കുകയാണെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ജനങ്ങളുടെ വോട്ട് കൊണ്ട് നിനക്ക് ഒരിക്കലും കപ്പ് കിട്ടില്ല. അത് 100ക്ക് 110% ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മനസ്സിലായ? അത് നിനക്ക് കിട്ടത്തില്ല. ജനങ്ങളുടെ വോട്ട് കൊണ്ട് നീ എന്തൊക്കെ കോക്കനട്ട് ചെയ്താലും നിനക്ക് കപ്പ് കിട്ടത്തില്ല. മനസ്സിലായ? പക്ഷേ നിനക്ക് അവിടെ നിൽക്കുന്നു, നീ നിൽക്കുന്നു, നില്ല്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ ആ കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല എന്ന്, നീ എന്നെ പഴയതുപോലെ കെട്ടിപ്പിടിക്കുന്നില്ല, 4 നിമിഷം കെട്ടിപ്പിടിക്കുന്നില്ല, ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുപാടെ ഇത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളൊന്നും അത്ര അങ്ങ് പുരോഗമനവാദമൊക്കെ തന്നെ എന്നും പറഞ്ഞിട്ട് നമ്മളങ്ങ് പുരോഗമിച്ച് ഒഴിഞ്ഞു കിടക്കണില്ല. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഇതുണ്ടടെ, അത് കടന്നു പോകാൻ പാടില്ല. ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു റിയാലിറ്റി ഷോ ആണ്, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അത് മനസ്സിലാക്കി പെരുമാറാനുള്ള സാമാന്യ ബുദ്ധിയും ബോധം കാണിക്കണം മനുഷ്യനായ. ഇവളുടെ വീട്ടുകാരുടെയൊക്കെ അവസ്ഥ അവൻ്റെ അതുപോലെ തന്നെ 2 വീട്ടുകാരും നല്ല കേൾക്കുന്നുണ്ടായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ്. പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.